ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞങ്ങൾക്കൊരു എൻഗേജ്മെൻറ്റ് ഉണ്ട്. അവിടേക്ക് പോകാൻ ഒരുങ്ങിയതാണ് ഞാനും ഏട്ടനും കൂടിയിട്ട്. നമ്മുടെ മേമയുടെ അനിയത്തിയുടെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. ചളവറയാണ് വീട് മേമയുടെ. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അനങ്ങനടി മല കേട്ടോ. നല്ല വെയിലൊക്കെ ആയി തുടങ്ങി. അപ്പം ഞങ്ങൾ വൈകിയെന്നാണ് ഞങ്ങൾ കരുതിയത്. ഒരു 9:30 ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടാവുമല്ലോ, ഈ എൻഗേജ്മെൻറ്റിൻ്റെ ആൾക്കാരൊക്കെ എത്തി. ഞങ്ങൾ ലാസ്റ്റ് ആവുമെന്നൊക്കെ കരുതി ഞങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മലയുടെ ഭാഗത്തെത്തുമ്പോൾ നമുക്ക് അത്ര വലിയ വെയിലിൻ്റെ ചൂടൊന്നും അറിയണില്ല കേട്ടോ. തണുപ്പ് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ട്, ഒരു കുളിർക്കാറ്റൊക്കെ പോലെ ഉണ്ട്. ഇന്ന് പൊതുവേ ഒരു മൂടിയ കാലാവസ്ഥ, എന്ന ചൂടുണ്ടേനു, അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. മേമയുടെ അനിയത്തിയുടെ പേര് സജില എന്നാണ്. അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ ഞങ്ങൾ. മേമയുടെ ചേച്ചി ആയിട്ടത്, ചേച്ചിയുടെ മക്കളായിട്ടത്, മേമയുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ്. നമുക്ക് ഒരു മടിയില്ലാണ്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടാണ് നമ്മുടെ മേമയുടെ വീട്ടിൽ കേട്ടോ. എല്ലാവരും ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. അതുകൊണ്ട് തന്നെ അവരെന്തിനേലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ചെല്ലാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവരുടെ പെരുമാറ്റം കൊണ്ട് തന്നെയാണ് കേട്ടോ. ചളവറ അമ്പലത്തിന് അടുത്ത് തന്നെയാണ് കേട്ടോ മേമയുടെ വീട്. ഞങ്ങൾ ചളവറ പൂരത്തിന് പോകുമ്പോഴൊക്കെ മേമയുടെ വീട്ടിലേക്ക് പോകാറുണ്ട്. ഇപ്രാവശ്യം പിന്നെ മഴയൊക്കെ കാരണം മേമയുടെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഇന്നോട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ മേമയുടെ വീട്ടിലെത്തി. മേമയുടെ വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ജയമായി നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് മിന്നുൻ്റെയും അനുൻ്റെയും സോനുവിൻ്റെയും ഒക്കെ കോസ്റ്റ്യൂമുകൾ കേട്ടോ. അവർ ഫോട്ടോ എടുക്കാൻ നിൽക്കും. പിന്നെ നമ്മുടെ കുട്ടിച്ചൻ്റെ കൂടെ തന്നെ ഒരാളുടെ കൂടി കുറവുണ്ട്. അവരുടെ ചേച്ചിയുടെ ഏട്ടൻ ബാബേട്ടൻ, അവർ ഗൾഫിൽ പോയി. ഇനി കല്യാണത്തിന് നമുക്ക് ആളേനെ കൂട്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു. പെൺകുട്ടി വരെയാണ്, എൻഗേജ്മെൻറ്റിൻ്റെ ചടങ്ങുകൾ തുടങ്ങുകയാണ്. പൊതുവേ ഭയങ്കര ഒരു ചൂടുള്ള ദിവസമായിരുന്നു ഇന്ന്. കറണ്ടും പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തും. പിന്നെ നമ്മളൊരു എൻഗേജ്മെൻറ്റ് കേളൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനും ആ ഒരു ചൂടും ഒക്കെ കൂടെ ആയിട്ട് അവൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും പേര് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവൂലേ. ഞാനൊക്കെ ഭയങ്കരമായിട്ട് അനുഭവിച്ചത്. പിന്നെ നമ്മളത് മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ പിന്നെ അച്ചാരപ്പണം കെട്ടൽ എന്നുള്ള ഒരു ചടങ്ങുണ്ട് നമുക്ക്. അങ്ങനെ ആ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പെണ്ണിൻ്റെയും ചെക്കൻ്റെയും അമ്മാവന്മാർ അച്ചാരപ്പണം കെട്ടി ഉറപ്പിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള ചടങ്ങുകളിലേക്ക് കടക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ചെക്കൻ്റെ പെങ്ങൾ കേട്ടോ. ചെക്കൻ്റെ പേര് പറഞ്ഞല്ലോ, അക്ഷയ് എന്നാണ് പേര് കേട്ടോ. അക്ഷയുടെ പെങ്ങളാണിത്. വളയിടിക്കൽ ചടങ്ങാണ് ഇപ്പോൾ ഈ നടക്കുന്നത് കേട്ടോ. സമയം കുറച്ച് വൈകിയോണ്ട് തന്നെ അവർ ഇട്ട ഡ്രസ്സുകൾ തന്നെ പിന്നെ റിംഗ് എക്സ്ചേഞ്ച് നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ. ഞാൻ ഈ ഒരു ഗ്യാപ്പ് കൂടെ കിട്ടിയപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പോസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ അവർ ഡ്രസ്സ് മാറ്റി വന്നു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടിൻ്റെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാനും രഞ്ജേച്ചിയും അമ്മായിമാരും മേമയും ഒക്കെ കൂടിയിട്ട് ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോവേണ്ട സമയമായിരുന്നു, ചെക്കൻ്റെ വീട്ടുകാർ. അപ്പോൾ അവർ പൈസ ഒക്കെ കൊടുത്തിട്ട് പിന്നെ അവരെല്ലാവരും കൂടെ പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം എല്ലാവരും കമ്പനി കൂടിയതല്ലേ എന്ന് കരുതിയിട്ട് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ തിരിച്ചെത്തിയത് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഈ കാണുന്നത്. മേമയും കുട്ടിച്ചനും കിട്ടിയതൊക്കെ തന്നെ ഒരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ, കുട്ടികളുടെ കൂടെ നിന്നിട്ട്. ഞാനും സജിലും പിന്നെ എത്തിയപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമെന്ന് കരുതി. കല്യാണം അടുത്ത വർഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും അടുത്ത വർഷം കാണാമെന്നൊക്കെ പറഞ്ഞിട്ട്, കല്യാണത്തിന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ തിരിച്ചു പോന്നു. ഇന്ന് ഇത്രയുള്ള വീഡിയോ.